ഹലോ ഗായ്സ്, ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് വലിയ കാര്യത്തിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു, പുട്ടുപൊടി പാക്കറ്റായിരുന്നു, റവ പാക്കറ്റല്ല. എല്ലാം മെരിഞ്ഞ് വെക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ വേഗം യൂട്യൂബ് നോക്കിയിട്ടാണ് നോക്കിയപ്പോൾ അതിൽ പുട്ടുപൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി നമ്മൾ പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ ആക്കി വെച്ചിട്ട് കുറച്ച് അടച്ച് വയ്ക്കുക, പിന്നെ ഉപ്പുമാവിന് വെള്ളം നമ്മളാക്കിയിട്ട് ആക്കില്ല അതുപോലെ ആക്കാണ്ട് തെളിച്ച് കൊടുക്കാനാണ് പറഞ്ഞു. ഞാൻ എന്തായാലും ഒന്ന് വറുത്തെടുത്തിട്ട് നല്ലോണം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തിരുമ്പി വെച്ചു. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉലുവയും കടുകും ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സബോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്നും ആക്കിയാൽ ഉപ്പുമാവിലും ഞാൻ കുറച്ചാക്കുള്ളൂ, പിന്നെ വേഗം ആക്കും. ഞാൻ കുറച്ച് നാളികേരം ചെരുകി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ പുട്ടുപൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. മറ്റേലാകുമ്പോൾ വെള്ളം ഒഴിക്കാം. അപ്പോൾ അത് വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ആക്കി വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഞാൻ ചെയ്തേട്ടെ. ഇത് തെളിച്ച് കൊടുത്ത് ഇങ്ങനെ സിമ്മിലിട്ടിട്ടാക്കാതെ. ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ആകെ മൊത്തം അവിടെ കേടായതേനെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ഉപ്പുമാവ് കിട്ടിയിട്ട് അപ്പോൾ എനിക്കതിൽ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പം എൻ്റെ പരീക്ഷണം വിജയിച്ചു. യൂട്യൂബിൽ നോക്കിയപ്പോൾ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു, നോക്കാൻ നല്ല ടേസ്റ്റാണെന്നൊക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നൊരു പേടിയുണ്ടായിരുന്നു, ദൈവമേ എങ്ങാനും കൊളായി രാവിലെ തന്നെ. അതിനിപ്പോൾ ഉള്ള പൊടി കൊടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കി പുട്ടുണ്ടാക്കാനും പറ്റില്ല, ഒന്നും ഉണ്ടാക്കാനൊക്കെ പറ്റാണ്ടാകുമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പറയുമ്പോൾ കുട്ടി എനിക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ എണീപ്പിച്ച് വന്നു, പല്ലൊക്കെ തേച്ച് നല്ല കുട്ടിയായി. പിന്നെ ഞങ്ങൾ ഇനി പാപ്പം തിന്നാൻ പോട്ടെ. അപ്പോൾ ആൾക്ക് ഇഡ്ഡലിയാണ് ഏറ്റവും ഇഷ്ടം. എന്ന് ചോദിച്ചാൽ ഇഡ്ഡലി മതി എന്ന് പറയും. അപ്പോൾ ഞാൻ ഉപ്പുമാവ് കണ്ടപ്പോൾ ഇഷ്ടമായിട്ടത് നോക്കാം. നല്ല മഞ്ഞ കളറല്ലോ, അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമാണ്, കളർഫുള്ളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയൊക്കെ ഒന്ന് വർണ്ണിച്ച് തീരുന്നില്ല കേട്ടോ. അപ്പോൾ പാപ്പം വേണമെന്ന് പറയുന്ന ആൾ. അപ്പോൾ ഞാൻ പാപ്പം കൊടുത്തു മെലക്കുട്ടിക്ക്, പാപ്പം കഴിച്ചു. അപ്പോൾ ഞാൻ എല്ലാവർക്കും ടാറ്റ പറയുന്നു. ടാറ്റാ.